ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് ഗ്രോത്ത് മോഡൽ ഓഫ് കാൽഡർ എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഗ്രോത്ത് മോഡൽ ഓഫ് കാൽഡർ. നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ദ ഫസ്റ്റ് ഗ്രോത്ത് മോഡൽ ഓഫ് കാൽഡർ പ്രൊപ്പോസ്ഡ് ബൈ നിക്കോളാസ് കാൽഡർ ഇൻ 1957. 1957 ഇദ്ദേഹം നിക്കോളാസ് കാൽഡർ ആണ് ഇത് പ്രൊപ്പോസ് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഇസ് എ സെമിനൽ തിയറി ഇൻ ദ ഫീൽഡ് ഓഫ് പോസ്റ്റ് കെയ്നിഷ്യൻ എക്കണോമിക്സ്. അത് പോസ്റ്റ് കെയ്ൻ എക്കണോമിക്സിലെ പ്രാഥമികമായിട്ടുള്ള ഒരു തിയറിയാണ്. ആദ്യം വന്നിട്ടുള്ള ഒരു തിയറിയാണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് എക്കണോമിക് ഗ്രോത്ത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്കണോമിക് ഗ്രോത്ത് ആണ്. ഓക്കെ, എക്കണോമിക് ഗ്രോത്ത് ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ്? ബൈ എംഫസൈസിങ് ദ റോൾ ഓഫ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷന്റെ റോള്, സേവിങ്സിന്റെ റോള് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിറ്റർമൈനിങ് ലോങ് ടേം ഗ്രോത്ത്. അതായത് ഇതിന്റെയൊക്കെ റോൾ, അതായത് ലോങ് ടേം ഗ്രോത്ത് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ഇതിന്റെയൊക്കെ റോൾ മനസ്സിലായിക്കൊണ്ടാണ് ഇദ്ദേഹം എക്കണോമിക് ഗ്രോത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദ മോഡൽ ഫോക്കസസ് ഓൺ ടു കീ സെക്ടേഴ്സ്. അതായത് രണ്ട് കീ സെക്ടേഴ്സിലാണ് ഈ മോഡൽ ഫോക്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് ക്യാപിറ്റലിസ്റ്റ് സെക്ടറും അടുത്തത് വർക്കേഴ്സിന്റെ, അതായത് ലേബേഴ്സ് ഉൾപ്പെടുന്ന ആ സെക്ടറും. ഇനി നമുക്ക് ഇതിന്റെ അസംഷൻസ് നോക്കാം. അതിന്റെ കീ അസംഷൻസ് ആണ്. അതിൽ ഒന്നാമത്തത് ടു ക്ലാസസ് ഓഫ് ഇൻകം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റലിസ്റ്റും വർക്കേഴ്സും. അത് ക്യാപിറ്റലിസ്റ്റിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് അവരുടെ ആ ഒരു ഇൻകത്തിന്റെ കേസ് വരുമ്പോഴത്തേക്ക് ദേ ഏൺ പ്രോഫിറ്റ്. ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് അവർ പ്രോഫിറ്റ് നേടുന്നു. എന്നിട്ട് ആൻഡ് സേവ് എ സിഗ്നിഫിക്കന്റ് പോർഷൻ ഓഫ് ദെയർ ഇൻകം. അവരുടെ ഇൻകത്തിന്റെ നല്ലൊരു പോർഷനും അവരെന്ത് ചെയ്യാണ്? സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവർ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് നേടിയിട്ട് അവരുടെ ഇൻകത്തിന്റെ നല്ലൊരു പ്രൊപ്പോർഷൻ സേവ് ചെയ്യുന്നു. അത് അസംഷൻ ആണ്. അടുത്തത് വർക്കേഴ്സ്. വർക്കേഴ്സ് എങ്ങനെയാണ്? ദേ ഏൺ വേജസ്. അവർ പ്രോഫിറ്റ് എല്ലാം നേടുന്നത് അവർ വേജസ് ആണ്. അവർ വർക്ക് ചെയ്യുന്നതിന് അവർ വേജ് നേടുന്നു, നമുക്കറിയാലോ. ആൻഡ് കൺസ്യൂം മോസ്റ്റ് ഓഫ് ദിയർ ഇൻകം. അവരുടെ ഇൻകത്തിന്റെ ഭൂരിഭാഗവും അവർ കൺസ്യൂം ചെയ്യുന്നു. എന്നിട്ടോ സേവിങ് ലിറ്റിൽ ഓർ നത്തിങ്. അതായത് ഒട്ടും അവർ എന്ത് ചെയ്യുന്നില്ല? സേവ് ചെയ്യുന്നില്ല. അപ്പം ഇതാണ് ഇതിന്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. അടുത്തത് സേവിങ്സ് ബിഹേവിയർ ആണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് സേവിങ്സ് റേറ്റ് ഓഫ് ക്യാപിറ്റലിസ്റ്റ്, അത് സൂചിപ്പിക്കുന്നത് SC എന്നാണ് സൂചിപ്പിക്കുന്നത്. അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഈസ് ഹൈ. അതായത് ക്യാപിറ്റലിസ്റ്റിന്റെ സേവിംഗ് റേറ്റ് ഹൈ ആയിരിക്കും. ദ സേവിംഗ് റേറ്റ് ഓഫ് വർക്കേഴ്സിന്റെ സേവിംഗ് റേറ്റിനെ SW എന്ന് സൂചിപ്പിക്കുന്നു. ഈസ് നെഗ്ലിജിബിൾ ഓർ സീറോ. അത് നേരത്തെ പറഞ്ഞ പോലെ സീറോ ആയിരിക്കും. അതായത് SW ഈസ് ഈക്വൽ ടു സീറോ എന്ന് കാണിക്കുന്നു. ഓക്കെ, അടുത്ത ഫുൾ എംപ്ലോയ്മെന്റ്. അതായത് ആരും അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കുന്നില്ല. അതായത് ദ മോഡൽ അസ്യൂംസ് ഫുൾ എംപ്ലോയ്മെന്റ് ഓഫ് റിസോഴ്സസ്, എസ്പെഷ്യലി ലേബർ. എല്ലാ റിസോഴ്സസും എന്താണ്? എല്ലാ ക്യാപിറ്റൽ, ലേബർ എല്ലാം എംപ്ലോയിഡ് ആണ്. അതായത് ഐഡിയലായിട്ട് ഒരു ക്യാപിറ്റൽ ഇരിക്കുന്നില്ല, ഒരു മെഷീനറീസ് ഇരിക്കുന്നില്ല, പിന്നെ ജോലി ഇല്ലാതെ അൺഎംപ്ലോയിഡ് ആയിട്ട് ഒരു ലേബർ പോലും ഇരിക്കുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് മറ്റൊരു അസംഷൻ എന്ന് പറയുന്നത്. അടുത്തത് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് നമുക്കറിയാം, അത് എത്ര ഇൻപുട്ട് കൊടുക്കുന്നു അതിന് ആനുപാതികമായിട്ട് ഔട്ട്പുട്ട് കിട്ടുന്നു. 10% ഇൻപുട്ട് കൂട്ടിയാൽ 10% ഔട്ട്പുട്ട് കൂടുന്നു. അതാണ് ഒരു കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എക്സിബിറ്റ്സ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, മീനിങ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ലീനിയർലി ടു ഇൻപുട്ട്. ഇൻപുട്ടിന് ലീനിയർ ആയിട്ടാണ് ഔട്ട്പുട്ട് ഇരിക്കുന്നത് എന്നുള്ളത്. അതായത് മറ്റൊരു അസംഷൻ. അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ഡിറ്റർമൈൻസ് ഗ്രോത്ത്. അത് എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് ഡ്രൈവ്സ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. അതായത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുന്നു, കൂടുതൽ ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, വിച്ച് ഫ്യൂവൽസ് എക്കണോമിക് ഗ്രോത്ത്. അത് എക്കണോമിക് ഗ്രോത്തിന് വഴിയൊരുക്കുന്നു. ഇതൊക്കെ ഇതിന്റെ അസംഷൻസ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ കോർ മെക്കാനിസം നോക്കാം. ഔട്ട്പുട്ട് ആൻഡ് ഇൻകം. അതിൽ ഒന്നാമത്തെ ഔട്ട്പുട്ട് ആൻഡ് ഇൻകം ആണ്. അതിൽ പറയുന്നത് ടോട്ടൽ ഇൻകമിനെ Y കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഇൻകം ഇൻ ദ എക്കോണമി ഈസ് ഡിവൈഡഡ് ഇൻ ടു വേജസ് ആൻഡ് പ്രോഫിറ്റ്സ്. ഇത് ടോട്ടൽ ഇൻകത്തിനെ വേജ് എന്നും പ്രോഫിറ്റ് എന്നും രണ്ടായിട്ട് തിരിക്കുകയാണ്. വേജ് W, പ്രോഫിറ്റ് എന്ന് പറയുന്നത് P എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇക്വേഷൻ Y ഈസ് ഈക്വൽ ടു W പ്ലസ് P എന്ന് വരും. അടുത്തത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതെങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതിന്റെ ഇക്വേഷൻ ഫോം ആണ് കേട്ടോ. അതായത് ടോട്ടൽ സേവിങ്സിനെ S എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. S ഇൻ ദ എക്കോണമി ഡിപ്പെൻഡ് ഓൺ പ്രോഫിറ്റ്. അത് എന്തിനെ ആശ്രയിച്ചു? സേവിങ് പ്രോഫിറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. S ഈസ് ഈക്വൽ ടു SCP. അതായത് സേവിങ് ഓഫ് ക്യാപിറ്റൽസ് അതാണല്ലോ പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ SC ഇൻറ്റു P പ്രോഫിറ്റ്, അതാണ് ടോട്ടൽ സേവിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിൻസ് വർക്കേഴ്സ് ഡു നോട്ട് സേവ്, നേരത്തെ പറഞ്ഞു വർക്കേഴ്സ് എന്ത് ചെയ്യുന്നില്ല? അവർ സേവ് ചെയ്യുന്നില്ല. അവരുടെ SW, അതായത് സേവിങ് ഓഫ് വർക്കേഴ്സ് ഈക്വൽ ടു സീറോ ആണെന്ന് പറഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ് I ഈക്വൽസ് ടോട്ടൽ സേവിങ്സ് ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു സേവിങ്. അതായത് എല്ലാ സേവിങ്ങും ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ആരാണ്? ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ അത് I ഈസ് ഈക്വൽ ടു S എന്ന് സൂചിപ്പിക്കുന്നു. ഇനി ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്.
അതായത് ഇതിൽ കാൽഡർ ചെയ്യുന്നത് കാൽഡേഴ്സ് മോഡൽ ലിങ്ക്സ് ഗ്രോത്ത് ടു ദ ഷെയർ ഓഫ് പ്രോഫിറ്റ്സ് ഇൻ ഇൻകം. അതായത് ഒരു ഇൻകം ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൽ ഇത്ര പ്രോഫിറ്റ് എന്നുള്ളത് ഉണ്ടാകുമല്ലോ. അപ്പം ആ ഒരു പ്രോഫിറ്റിന്റെ ഷെയർ എന്ന് പറയുന്നത് ഗ്രോത്തുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്. അപ്പൊ അതിനനുസരിച്ച് ഗ്രോത്ത് ഉണ്ടാകുന്നു, എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നു. ഓക്കെ, അതാണ് ഇദ്ദേഹം ചെയ്യുന്ന കാര്യം. അതായത് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് ദ എക്കോണമി, ഗ്രോത്ത് റേറ്റ് ഓഫ് ദ എക്കോണമിയെ ജി കൊണ്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇക്വേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പറയാം. ഡിപ്പെൻഡ്സ് ഓൺ ദ സേവിംഗ് റേറ്റ് ആൻഡ് ദ പ്രോഫിറ്റ് ഷെയർ. അതായത് സേവിംഗ് റേറ്റിനെയും അത് എത്ര പ്രോഫിറ്റ് ഷെയർ വെച്ചാൽ ഇൻകത്തിൽ അതിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടെന്നുള്ള, അതാണ് ഈ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ ആയിട്ടാണ് ഏതിനെ കൊടുക്കുന്നത്, എക്കണോമിയുടെ ഗ്രോത്ത് റേറ്റ് കൊടുക്കുന്നത്. അപ്പൊ അത് ഇക്വേഷനായിട്ട് ഇങ്ങനെ സൂചിപ്പിക്കും ജി ഈസ് ഈക്വൽ ടു എസ് സി ഡോട്ട് പി ബൈ വൈ. ഇങ്ങനൊരു ഇക്വേഷൻ ആണ് വരുന്നത്. അതിൽ പി ബൈ വൈ എന്ന് പറയുന്നത് ഈസ് ദ പ്രോഫിറ്റ് ഷെയർ ഇൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിലുള്ള പ്രോഫിറ്റ് ഷെയർ ആണ് ഈ പി ബൈ വൈ എന്ന് പറയുന്നത്. അടുത്തത് പ്രോഫിറ്റ് ഡ്രിവൺ ഗ്രോത്ത് ആണ്. അത് പേര് തന്നെ ഉണ്ട്, കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതിനനുസരിച്ച് അത് ഗ്രോത്തിലേക്ക് നയിക്കും എന്നുള്ളത്. അപ്പോൾ എ ഹയർ പ്രോഫിറ്റ് ഷെയർ ലീഡ്സ് ടു ഹയർ സേവിങ്. കൂടുതൽ പ്രോഫിറ്റ് ഷെയർ കിട്ടുമ്പോൾ അത് ഹയർ സേവിങ്ങിലേക്ക് നയിക്കും. ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, അത് ഫർദർ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിലേക്ക് നയിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് വരുമ്പോഴത്തേക്ക് ബൂസ്റ്റിംഗ് എക്കണോമിക് ഗ്രോത്ത്, അത് കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് ക്രിയേറ്റ് ചെയ്യാൻ ഇടയാക്കുന്നു. ഓക്കെ, ദിസ് ഡൈനാമിക് എക്സ്പ്ലെയിൻസ്. അപ്പോൾ ഈ ഒരു ഡൈനാമിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഹൗ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്ലുവൻസസ് ഗ്രോത്ത്. ആ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ ഡൈനാമിക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് എ ഗ്രേറ്റർ ഷെയർ ഓഫ് ഇൻകം അക്രൂയിങ്, അതായത് കൂടുതൽ ഇൻകത്തിൽ ഗ്രേറ്റർ ഷെയർ ഓഫ് ഇൻകം ഉണ്ടായി കഴിഞ്ഞാൽ ആർക്കാണ്, ക്യാപിറ്റലിസ്റ്റിന്. അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് പ്രൊമോട്ട്സ് ഫാസ്റ്റർ ഗ്രോത്ത്. അപ്പം ഒരു കൂടുതൽ വേഗത്തിലുള്ള ഒരു ഗ്രോത്തിന് അത് വഴിതെളിക്കുന്നു. ഇനി ഈ മോഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഇംപ്ലിക്കേഷൻസ് ഓഫ് കാൽഡേഴ്സ് മോഡൽ. അല്ലെ, ഒന്നാമത് റോൾ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമുക്ക് അറിയാം ഇങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്ത് ഡിപ്പെൻസ് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചാണ് എക്കണോമിക് ഗ്രോത്ത് ഇരിക്കുന്നത്, ഇതിന്റെ ബിറ്റ്വീൻ വേജസ് ആൻഡ് പ്രോഫിറ്റ്സ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സേവിങ്സ് ആൻഡ് ഗ്രോത്ത്. ഇതെങ്ങനെയാണ്, സേവിങ്സ് പ്രൊപ്പൻസിറ്റി ഓഫ് ക്യാപിറ്റൽസ്. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ക്യാപിറ്റൽസ് എത്ര സേവ് ചെയ്യുന്നുള്ളത് ഈസ് ക്രിട്ടിക്കൽ ഫോർ സസ്റ്റൈൻഡ് ഗ്രോത്ത്. അവർ എത്ര സേവ് ചെയ്യുന്നതനുസരിച്ചാണ് അതായത് സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇരിക്കുന്നത്. അടുത്ത പോളിസി ഇൻസൈറ്റ്സ് ആണ്. അതെങ്ങനെയാണ്, പോളിസീസ് ദാറ്റ് ബൂസ്റ്റ് പ്രോഫിറ്റബിലിറ്റി, അതായത് പ്രോഫിറ്റബിലിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന പോളിസീസ് ഇല്ലേ, അത് ഇറ്റ് ക്യാൻ എൻഹാൻസ് ഗ്രോത്ത്. ഓക്കെ, ഇങ്ങനെയുള്ള പോളിസി വന്നു കഴിഞ്ഞാൽ ഗ്രോത്തിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. ബട്ട് ദിസ് മൈറ്റ് വേഴ്സൺ ഇൻകം ഇൻഇക്വാളിറ്റി. പക്ഷേ ഇതിനൊരു പ്രശ്നം ചൂണ്ടിക്കാട്ടുന്നത് ഇൻകം ഇൻഇക്വാളിറ്റി ഉണ്ടായേക്കാം. അതായത് പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള ഒരു ഇൻഇക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഉണ്ടായേക്കാം എന്നത് ഒരു ഫാക്ടറാണ്. ഇനി ഇതിന് ചില പോരായ്മകളുണ്ട്, ഈ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഫോക്കസ് ഓൺ പ്രോഫിറ്റ്സ്. ഇത് ഫോക്കസ് ചെയ്യുന്നത് പ്രോഫിറ്റ്സിൽ മാത്രമാണ്, അല്ലെ. അതായത് ഇറ്റ് അണ്ടർപ്ലേസ് ദ റോൾ ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആൻഡ് ഇന്നോവേഷൻ. ടെക്നോളജിക്കൽ പ്രോഗ്രസിന്റെ റോള്, ഇന്നോവേഷൻ റോള്, ഇതൊക്കെ ഇവർ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒന്നാമത്തെ ലിമിറ്റേഷൻ ആണ്. രണ്ടാമത്തത് നെഗ്ലക്ട് ഓഫ് വർക്കേഴ്സ് സേവിങ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വർക്കേഴ്സിന്റെ സേവിങ് 0 ആണ്, SW=0 ആണ്. അത് അങ്ങനെ വരാൻ സാധ്യതയില്ല. അതായത് മോഡേൺ എക്കണോമീസ് ഷോ ദാറ്റ് വർക്കേഴ്സ് ഓൾസോ സേവ് ആൻഡ് ഇൻവെസ്റ്റ്. വർക്കേഴ്സും സേവ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഇവർ 0 ആക്കി എടുക്കുകയാണ്. അത് ഒരു പോരായ്മയാണ്. അടുത്തത് അസംപ്ഷൻ ഓഫ് ഫുൾ എംപ്ലോയ്മെന്റ്. നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ ഫാക്ടേഴ്സും എംപ്ലോയിഡ് ആണെന്നുള്ളത്, അതൊരു ലിമിറ്റേഷൻ ആണ്. അൺറിയലിസ്റ്റിക് ആണ് ഇത്. അതായത് ഇൻ മെനി എക്കണോമീസ് വിത്ത് അൺഎംപ്ലോയ്മെന്റ് ഓർ അണ്ടർ എംപ്ലോയ്മെന്റ്. അതായത് ഒരുപാട് എക്കണോമീസിൽ അൺഎംപ്ലോയ്മെന്റോ അണ്ടർ എംപ്ലോയ്മെന്റോ ഉള്ള സിറ്റുവേഷൻസ് ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്. ഓക്കെ, ഇത് ഇനി നമുക്ക് നോക്കാം. കാൽഡേഴ്സ് ഫസ്റ്റ് ഗ്രോത്ത് മോഡൽ ഈസ് ഫൗണ്ടേഷണൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻസ് റോൾ. അതായത് ഇദ്ദേഹത്തിന്റെ ഈ മോഡൽ എന്ന് പറയുന്നത് ഇത് ഇൻകം ഡിസ്ട്രിബ്യൂഷന്റെ റോള് മനസ്സിലാക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എവിടെയാണ്, ഇൻ എക്കണോമിക് ഗ്രോത്തിൽ ആൻഡ് റിമെയിൻസ് ഇൻഫ്ലുവൻഷ്യൽ ഇൻ പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സ്. അത് പോസ്റ്റ് കെയ്നീഷ്യൻ എക്കണോമിക്സിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് നിന്ന ഒരു തിയറിയാണ്, ഒരു മോഡലാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.